ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്തോ ഒരു കോമഡി ടാസ്കാണ് ഈ ബിഗ് ബോസ് കൊടുത്തേക്കുന്നത്. സത്യം പറഞ്ഞാൽ 7ന്റെ പണി എന്നൊക്കെ ആണെങ്കിൽ പറയാം കേട്ടോ. ഈ ഫാമിലി റൗണ്ടിൽ ഇത് ഒരു കാര്യം വെച്ച് നോക്കുവാണെങ്കിൽ അവർക്ക് നല്ലൊരു പണിയാ. പക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വെറുപ്പീര് ടാസ്ക് ആയിപ്പോയി. ഫാമിലിയെ കാണണമെങ്കിൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം, മറ്റേ പസില് അത് ക്ലിയർ ചെയ്യണം. അതെന്തായാലും ലൈവ് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ പ്രാന്ത് പിടിച്ച്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഫാമിലി റൗണ്ട് അക്ബറിന്റെ പെട്ടെന്നായി. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രാന്ത് പിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിലെ നൂറയുടെയും ഫാമിലി മെമ്പറായിട്ട് ദിയാസനെയും അതുപോലെ ജാസ്മിനും മൂസയും വന്നല്ലോ. അയ്യോ എൻ്റെ പൊന്നോ, ഞാനെ പറ്റിയിട്ട് പറയാം. അപ്പോൾ അതിന് മുമ്പേ അക്ബറിന്റെ ഫാമിലിയെ പറ്റിയിട്ട് പറയാം. അപ്പോൾ അക്ബറിന്റെ ഫാമിലി വന്നിട്ട് പോയി. അപ്പം ഞാൻ വിചാരിച്ച് ഈ നൂറാക്കും അതുപോലെ ആദിലേക്കും ഇവരെ കാണാൻ പറ്റത്തില്ലായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ആ രീതിയിലായിരുന്നു അവരെ ടാസ്ക്. ഇല്ല, അവാർഡ് സിനിമയെക്കാളും കഷ്ടമായിരുന്നു. 1 മണിക്കൂർ 2 മണിക്കൂർ എന്തുവാടേ ഇത്. അപ്പം ആയതും തന്നെ അക്ബറിന്റെ ഫാമിലിയുടെ കാര്യം പറയാം. അക്ബറിന്റെ ഫാമിലി നൈസ് ആയിരുന്നു കേട്ടോ. നല്ല രീതിയിലാണ് എല്ലാവരുമായിട്ട് അവർ ഇടപഴകിയത്. അക്ബറിന് എനിക്ക് തോന്നുന്നു അക്ബർ കെട്ടാൻ പോകുന്ന അക്ബറിന്റെ പെണ്ണുമ്പിള്ള ഉണ്ടല്ലോ, ഹിന്ദിക്കാരി, പുള്ളിക്കാരിയൊക്കെ നല്ലൊരു ക്യാരക്ടറാട്ടോ. നല്ല രീതിയിലായിട്ടാണ് പുള്ളിക്കാരി പെരുമാറിയിട്ടുള്ളത്. അതുപോലെ എയർപോർട്ടിൽ നിന്ന് വരുന്ന സമയത്ത്, എയർപോർട്ടിൽ നിന്ന് പുറത്തിറക്കുന്ന സമയത്തൊക്കെ ഓൺലൈൻ മീഡിയാസിന് കൊടുത്ത വീഡിയോ അതിനകത്തൊക്കെ നമ്മൾ കണ്ടതാണ്, ബൈറ്റിനകത്ത് കണ്ടതാണ്. നല്ല അടിപൊളിയായിട്ട് പുള്ളിക്കാരി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പം കൊള്ളാം കേട്ടോ. നൈസ് പേഴ്സണായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ അക്ബറിൻ്റെ ഉമ്മയും കുഴപ്പമില്ല. പക്ഷേ അക്ബറിൻ്റെ ഉമ്മ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ കൊണ്ട് കൊടുത്തു, വെളിയിലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ. അക്ബറിൻ്റെ ഉമ്മ കയറി ചെന്നപ്പോഴേ പറഞ്ഞു, മോനെ ഇനി ആ ബീൻ ബാഗ് ഉണ്ടല്ലോ ആ ഏരിയയിലോട്ടേ പോയി കളയില്ലെന്ന് പറഞ്ഞു. ഇറങ്ങാൻ നേരത്തും അത് പറഞ്ഞിട്ടാണ് ഉമ്മ, ആ ഏരിയയിലോട്ടേ ഇനി പോലെ നടക്ക്, നീ ഒന്ന് നടക്കടാ അക്ബറെ, നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, നീ വീട്ടിലൊക്കെ നീ നടക്കുന്ന ആളായിരുന്നല്ലോ, ഇപ്പൊ എന്ത് പറ്റി, അതിനകത്ത് പോയി അട്ടിയിട്ട് കിടക്കുന്ന പോലെ നീ കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അക്ബറിന്റെ വൈഫ് എനിക്ക് തോന്നുന്നു ഹിന്ദിയിലൊക്കെയാണ് സംസാരിക്കുന്നത്, കുറെ കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്തോ നീ ആ കേക്കർത്തായി നീൻ ബാഗ്മേ സോത്ത്, നീൻ ബാഗിനകത്ത് പോയി കിടന്ന് ഉറങ്ങുവാന്നൊക്കെ ചോദിക്കുന്നു. കുറെ കാര്യങ്ങൾ ഹിന്ദിയിലായതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത് മൈക്ക് കുറച്ച് വ്യക്തതല്ല. അതിൻ്റെ ഇടയ്ക്കില്ല മറ്റുള്ള കണ്ടസ്റ്റൻസ് കിടന്ന് അലയ്ക്കുന്നു. അപ്പം ഈ അക്ബറിന്റെ വൈഫ് എന്തൊക്കെയോ ഹിന്ദിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം എനിക്ക് പിടിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീൻ മറ്റേ മീൻ ബാഗ്, മറ്റേ മീൻ ബാഗ് ആ പുല്ലിനകത്ത് പോയി കിടന്ന് ഉറങ്ങാതെ നീ ഒന്ന് എണ്ണീച്ചെന്ന് നടക്കടേ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത്. രണ്ടാമത് അക്ബറിന്റെ ഉമ്മയും പറഞ്ഞു കൊടുക്കുന്നത്, മോനെ ദൈവത്തെ ഓർത്ത് നീ ആ ഏരിയയിലോട്ടേ പോവല്ലേ. എനിക്ക് തോന്നുന്നു അത് ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി ആയി പോയി. അല്ലെങ്കിൽ അത് മിക്കവാറും അക്ബറിന്റെ വൈഫും അക്ബറിന്റെ ഉമ്മയും കൂടെ അത് കുത്തിപ്പൊട്ടിച്ച് കാറ്റ് തുറന്നു വിട്ടാനെ. അപ്പം ഇന്ന് മോർണിംഗ് ടാസ്കിനും ഇതിനെ പറ്റിയിട്ട് പറഞ്ഞാണ്, ഈ സാധനത്തിനകത്ത് പോയി കിടക്കുന്ന ടീമുകളെ പറ്റിയിട്ട്. എന്തായാലും അതിനകത്ത് പോയി കടക്കല്ലേ, മോൻ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വല്ലപ്പോഴും എണ്ണിച്ചെന്ന് നടക്കാനൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ ദേഷ്യം ഈ പറഞ്ഞിട്ടുള്ള ഇപ്പം ആക്റ്റീവ് അല്ല, അതുപോലെ ഒന്ന് പഴയതുപോലെയൊക്കെ ഒന്ന് ആക്റ്റീവ് ആവാനൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ലൈവിൽ കാണാത്ത കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എങ്ങനെ പോകാനും പുറത്തുനിന്ന് ആരെങ്കിലും കയറി, പുറത്തുനിന്ന് ഫാമിലി എല്ലാം പോകുന്നുണ്ടല്ലോ, നല്ല രീതിയിൽ അവിടുത്തെ കണ്ടസ്റ്റൻസിന് ക്ലൂ എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇതുവരെ അവരെ ഇപ്പം പുറത്ത് ആർക്കാണ് നല്ല സപ്പോർട്ട് നല്ല കണ്ടസ്റ്റൻസിന് മനസ്സിലായി കഴിഞ്ഞു. എന്തിനാണെന്നോ ഇത്രയും പെട്ടെന്ന് ഇപ്പം തന്നെ ഈ ഫാമിലി റൗണ്ട് ആക്കിയെന്നാണ് എനിക്ക് അറിയാൻ വയ്യാത്തത്. ഇനി വേറെ വല്ല ഒരു കണ്ടന്റും ഇല്ലാത്തതുകൊണ്ടാണോ, ടാസ്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല ഫാമിലി റൗണ്ട് പെട്ടെന്ന് ആക്കിയത്. എന്തായാലും സംഭവം എനിക്കത്ര രസം തോന്നിയില്ല. കാരണം ഫാമിലി വരുന്നെങ്കിൽ ഒരു സർപ്രൈസ് കൊടുക്കണം, അതായിരിക്കും നല്ലത്. അല്ലാതെ എല്ലാവരും മുമ്പ് കൂട്ടി അറിയിച്ചിട്ട്, കഴിഞ്ഞ സീസണിലൊക്കെ നല്ലതായിരുന്നു, അവരുടെ എക്സ്പ്രഷനൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ഇതിപ്പോൾ അറിഞ്ഞിട്ട് ഈ സങ്കടം ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉള്ളതുപോലെ എനിക്ക് തോന്നി കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ദിയാസനെയും ജാസ്മിനും മൂസയും വന്നിട്ടുണ്ടായിരുന്നു. ഒന്നും പറയാനില്ല, സൂപ്പറായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട്. കാരണം നമ്മൾ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ദിയാസനെയും അതുപോലെ ജാസ്മിനെയാണ് കണ്ടത്. നല്ല രീതിയിൽ കേട്ടോ, എല്ലാ ആൾക്കാരുടെ അടുത്ത് വന്നും നല്ല രീതിയിലാണ് സംസാരിക്കുകയും എല്ലാ ആൾക്കാരെയും നല്ല ബൂസ്റ്റ് ചെയ്ത് എല്ലാവരെയും നല്ല തുല്യമായിട്ട് കാണാൻ, തുല്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും എല്ലാം ചെയ്തു കേട്ടോ. ഈ ദിയാസന ആയിക്കോട്ടെ, പ്രത്യേകിച്ച് ദിയാസന എല്ലാവരോടും നല്ല സോഷ്യലായിട്ട് നല്ല രീതിയിൽ തന്നെ, ഇപ്പം ആദില നൂറ അവരെ മാത്രം ഫോക്കസ് ചെയ്യാതെ എല്ലാ ആൾക്കാരോടും ചെന്ന് നല്ല രീതിയിൽ കളിക്കാൻ പറയുന്നുണ്ട്. അതുപോലെ നല്ല രീതിയിൽ ഇച്ചിരി ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ പേട്ടുകാർക്ക് റിയാസ് അലിയും വന്നിട്ട് എന്താണ് കാണിച്ചു കൂട്ടിയത്,
ഓ, രണ്ടെണ്ണത്തിനൂടെ പൊക്കിയെടുത്തുകൊണ്ട് അവിടെ പോകുന്നു, അവരെ കൂടെ വാലത്തുമ്പി പിടിച്ച് കിടക്കുന്നു, അവരെ പുറകിൽ നിന്ന് മാറാതെ അവിടെ മൊത്തം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഒരു കമ്മ്യൂണിറ്റിയുടെ. ഇവർ വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരൊരു കമ്മ്യൂണിറ്റിയിൽ ഒരു റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. കാരണം എല്ലാവരോടും നല്ല രീതിയിലാണ് സംസാരിക്കുകയും അത് പറയേണ്ടത്. കാരണം നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിക്കും. കാരണം ഇപ്പം ഈ ദിയാസ് തന്നെ ആയിക്കോട്ടെ, ഇപ്പം പുള്ളിക്കാരിയുടെ ചില കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ടെങ്കിൽ തന്നെയും പുള്ളിക്കാരി സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനോട് എനിക്ക് കാരണം സ്ത്രീകളെ ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പിന്നെ ചില കാര്യങ്ങളോടെ ഉള്ളൂ നമുക്ക് വിയോജിപ്പ്. അപ്പൊ എല്ലാവരും അങ്ങനെയാണല്ലോടെ. ഇപ്പൊ ചില കാര്യങ്ങളോട് വരുമ്പോഴത്തേക്ക് ഇപ്പം തന്നെ അഖിൽമാരാറ് ചില കാര്യങ്ങൾ പുള്ളിയെ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ പുള്ളിയെ എടുത്തിട്ട് ഇല്ല പൊറോട്ട അടിക്കുന്ന പോലെ അതിനകത്തില്ല കല്ലിനകത്ത് എടുത്തിട്ട് അടിക്കാൻ തോന്നും. ചില കാര്യങ്ങൾ ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ദിയാസനെയും ജാസ്മിനും നല്ല രീതിയിൽ അടിപൊളിയായിട്ട് അവിടെ ആൾക്കാരോട് സംസാരിച്ചിട്ടാണ് അവർ ഇറങ്ങിപ്പോയത് കേട്ടോ. അപ്പൊ ഇതുപോലെ വേറെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉറപ്പായിട്ട് കമന്റ് ചെയ്യണം. ഞാൻ കണ്ടിട്ട് എനിക്ക് ലൈവ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയത്. അപ്പം ഈ ദിയാസനെയും അതുപോലെ ജാസ്മിനെയും കാണണമെങ്കിൽ അവിടെ ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള ആക്ടിവിറ്റി ഏരിയയിൽ കൊടുത്തിട്ടുള്ളൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ആലോചിക്കുന്നതല്ല, ഇവർ രണ്ട് കണ്ടസ്റ്റൻസ് ആദ്യം പറഞ്ഞു, ബിഗ് ബോസ് പറയുന്നു ഇവര് ഒരു കണ്ടസ്റ്റൻസ് ആണെന്ന്. പിന്നെ ബിഗ് ബോസ് തന്നെ പറയുന്നു ഇവർ രണ്ട് കണ്ടസ്റ്റൻസ് ആണ്, രണ്ട് രീതിയിൽ ഗെയിം കളിക്കാൻ പറയുന്നു, ഇൻഡിവിജ്വലായിട്ട് നിന്ന് കളിക്കാൻ പറയുന്നു. ഇപ്പം ഈ ഒരു കാര്യത്തിൽ വീണ്ടും ബിഗ് ബോസ് ഇവരെ ഒന്നിച്ച് കയറ്റി വിടുന്നു. എന്തുവാടെ എനിക്കത് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇവര് സത്യത്തിൽ ഇവർ രണ്ട് കണ്ടസ്റ്റൻസ് ആണോ ഒരു കണ്ടസ്റ്റൻസ് ആണോ എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇവരിപ്പോൾ ഒരു കണ്ടസ്റ്റൻസ് ആയിട്ടാണ് കളിക്കുന്നത്. കാരണം എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നു, ഒരേ രീതിയിലാണ്. ഇന്നത്തെ ഈ ഫാമിലി റൗണ്ടിലും ഇവർ ഒരുമിച്ചാണ് അവിടെ ചെയ്യുന്നതും എടുക്കുന്നതും എല്ലാം ഒരുമിച്ചാണ്. അപ്പം എനിക്കങ്ങനെ തോന്നി കേട്ടോ. അപ്പം ഇവർക്ക് കൊടുത്ത ഗെയിം ഉണ്ടല്ലോ, ഈ എൻ്റെ പൊന്നു ഇവിടെ മറ്റേ ബോർഡിനകത്ത് മോഹൻലാലിന്റെ ലാലേട്ടന്റെ ആ ഒരു പസിൽ അത് ഓക്കെ, അത് അവർ ക്ലിയർ ആയിട്ട് ചെയ്തു. അക്ബറിന് കൊടുത്ത ഏകദേശം സെയിം സാധനം തന്നെ ആയിരുന്നു. കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ബോർഡിനകത്ത് ലാലേട്ടന്റെ ബിഗ് ബോസിന്റെ ഒരു പിക്ചർ ഉണ്ടല്ലോ ലാലേട്ടൻ നിൽക്കുന്നത്, അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആദിലേക്ക് കിട്ടിയ ഒരു യമണ്ടം പണി. ആദിലെ ഉണ്ടല്ലോ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് കണ്ടുകൊണ്ടിരിക്കാൻ നേരത്ത് അതിന്റെ കമന്റ് വായിച്ച് ഞാൻ ചിരിച്ച് എൻ്റെ ഊപ്പാടും പറയും വന്നു പോയി. ആൾക്കാർ പറയും ഇതെന്നെങ്ങാനും തീരുവോടെ 2 മണിക്കൂറായി 3 മണിക്കൂറായി 4 മണിക്കൂറായി. അതിനകത്ത് ഓരോ കമന്റ് കണ്ടിട്ട് ചിരിച്ചെൻ്റെ ഊപ്പാട് വന്നു പോയി. അപ്പം കുറെ ബൗള് വെച്ചിട്ടുണ്ട്. ആ ഒരു 4-5 ബൗളെങ്ങാണ്ട് വെച്ചിട്ടുണ്ട് ഇങ്ങനെ നീളത്തി. എന്നിട്ട് ഒരു ഡെസ്കിനകത്ത് വെച്ചേക്കുന്നത്. ഡെസ്കിന്റെ അറ്റത്ത് നിന്നിട്ട് തീപ്പെട്ടി ഉണ്ടല്ലോ, തീപ്പെട്ടി ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ തട്ടി അതിനകത്തോട്ട് ഇടണം. എൻ്റെ പൊന്നു രണ്ടും കൂടെ അവിടെ നിന്നിട്ട് പുഴുത്ത് അത് കാണുന്ന നമ്മളാണെങ്കിൽ അതിലും പുഴുത്ത് പണ്ടാരം ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തീരോ ബിഗ് ബോസ് അവരെ കാണിക്കും. ഞാൻ ലൈവ് കണ്ടിട്ട് ഞാൻ എന്താന്ന് വിചാരിച്ചത്, പണ്ടാരം അവരെ കാണിക്കണ്ട പുല്ല്, അവരാ വന്ന വഴിയെ തന്നെ അവരങ്ങ് പറഞ്ഞു വിട്ടു. അങ്ങനെയെങ്കിൽ ഈ സംഭവം ഒന്ന് ഫിനിഷ് ചെയ്യുന്നതാണ് വിചാരിച്ചത്. കളിച്ച് സത്യം പറഞ്ഞാൽ അവർക്ക് വരെ പ്രാന്തായിപ്പോയി. ലാസ്റ്റ് ഈ നൂറ ഉണ്ടല്ലോ അവിടെ ഇരിക്കുന്നു കിടക്കുന്നു വീശുന്നു ചൂടെടുത്തിട്ട് വീശുന്നു. അതിലാണെങ്കിൽ അവിടെ നിന്ന് തീപ്പെട്ടി തട്ടിക്കൊണ്ടിരിക്കുന്നു. മറ്റേ നൂറ തറയിൽ വീഴുന്ന തീപ്പെട്ടി എടുത്ത് വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ പൊന്നോ അന്യായം തന്നെയായിരുന്നു കേട്ടോ, അന്യായം. ലൈവ് കണ്ട ആൾക്കാർക്ക് മനസ്സിലായി. ഏകദേശം എനിക്കൊന്ന് 2 മണിക്കൂറിൽ മേലെ എടുത്തു കേട്ടോ അവർ അതിനകത്ത് ഇടാം. ലാസ്റ്റ് അതിനകത്ത് കൊണ്ട് ഇട്ട് കൊടുത്ത് കേട്ടോ. എന്തായാലും കോമഡിയായിരുന്നു. ഞാൻ അതെങ്കിൽ ആ ലൈവ് ഒച്ചാറിന്റെ അടിയിൽ ലൈവിനകത്ത് വന്ന കമന്റ് കണ്ട് ചിരിച്ച് ഞാൻ എൻ്റെ ഉപ്പാടും പതയും വന്നു പോയി. ആ രീതിയിലുള്ള അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ പറയുന്നുണ്ട് ഇന്നെങ്ങാനും നടക്കുമോ, എനിക്ക് പോയി കിടന്നിട്ട് ഉറങ്ങാനുള്ള ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ഇത് കാണുന്നത്. കാരണം എന്തൊക്കെ കമന്റുകളായിരുന്നു. അങ്ങനെ ഒടുവിൽ അവർ ഇടുന്നതിന് തൊട്ട് മുമ്പ് 1 മിനിറ്റ് മുമ്പ് ലാസ്റ്റ് ബിഗ് ബോസ് വരെ തലയെ കൈ വെച്ച് മടുത്ത്. കാരണം അക്ബറിന്റെ ഫാമിലി വന്നിട്ട് അവരെല്ലാം അവിടെ സംസാരിച്ച് അവരും 2 മണിക്കൂർ കൊണ്ട് അവിടെ ഇരിക്കുവോടെ. കാരണം ഇവരെ പ്ലാസ്മ ടിവിയിലൂടെ ഇവരെ ഇത് അപ്പോഴത്തേന് ജാസ്മിനും വന്നു, അതുപോലെ ദിയാസനയും വന്നു. പ്ലാസ്മ ടിവിയുടെ മുമ്പിൽ അവർക്ക് വേണ്ടിയിട്ട് ഇവർ അവിടെ ഇരിക്കുവാണ് 1 മണിക്കൂർ 2 മണിക്കൂർ ഏകദേശം 2.5 മണിക്കൂർ. ലാസ്റ്റ് ബിഗ് ബോസ് പറയുവാണ് അക്ബറിന്റെ ഫാമിലിക്ക് പോകാൻ സമയമായി, അവർ പുറത്തോട്ട് പോവാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴത്തേക്കിൽ അവരങ്ങോട്ട് ഞെട്ടി മറ്റേ ആദിലിന് പറയും. അങ്ങനെ അത് പറഞ്ഞങ്ങോട്ട് തീർന്നതും എങ്ങനെ കണ്ടൊക്കെ അതിനകത്ത് എന്തായാലും അവരെ കാണാനുള്ള ഭാഗ്യം കിട്ടി. അപ്പൊ എന്തായാലും വൻ കോമഡി ആയിരുന്നു. എന്തായാലും ഇതേപോലുള്ള വെറുപ്പിരി ടാസ്ക് ഒക്കെ കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവർക്ക് പണിയാണെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കണ്ടുള്ളൂ വെറുപ്പിരിന്റെ അങ്ങേയറ്റമാണ്. അപ്പൊ എന്തായാലും ഈ ഫാമിലി റൗണ്ടിനെ പറ്റിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. അപ്പം